അപ്പോൾ രാവിലെ എണീച്ച് ചായക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കുടിക്കാനുള്ള വെള്ളം കുറവായിരുന്നു. അപ്പോൾ അത് തിളപ്പിക്കാൻ ഉള്ളത് ജഗ്ഗിലേക്ക് ഊറ്റി വെച്ചിട്ട് ബാക്കി തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ പൈപ്പ് വെള്ളം ആയതുകൊണ്ട് ഡയറക്റ്റ് വെള്ളം കുടിക്കാൻ എല്ലാവരും അങ്ങനെ കുടിക്കണമെന്ന് പറയണത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ കുടിച്ച് ഒരുപാട് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഉമ്മ തൊലിയെല്ലാം ചെത്തി കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോപ്പറിലിട്ട് ഇടുമ്പോൾ ചെറിയ ചെറിയ പീസാക്കി ഇട്ടെടുക്കുകയാണെങ്കിൽ വേഗം ആയിക്കോളും. അല്ലെങ്കിൽ ഭയങ്കര ബലമായിരിക്കും കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ടാവും. അപ്പോൾ ഈ ചോപ്പർ കിട്ടിയ പിന്നെ ഞാൻ ബീട്രൂട്ടൊക്കെ രാവിലെ കേട്ടോ അരിഞ്ഞെടുക്കലുള്ളൂ. അല്ലെങ്കിൽ തലേന്ന് തന്നെ ഉമ്മ എല്ലാം അരിഞ്ഞൊക്കെ വയ്ക്കും. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ് ഈ വക ഐറ്റംസൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാവുന്നതുകൊണ്ട് തന്നെ രാവിലെയാണ് അതെല്ലാം ചെയ്യാറ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ചോപ്പർ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഇത്രയും നാളായിട്ടും ചോപ്പർ വാങ്ങിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ കുറച്ചായുള്ള എൻ്റെ അനിയത്തി വന്നപ്പോൾ അവൾ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം പോകാനുള്ള കാര്യം ഉമ്മ അരിയാനുള്ള അരിഞ്ഞ് തരും. എന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ് കൂടുതലും. പിന്നെ നമ്മൾ ബീട്രൂട്ട് കൊളുത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഇന്നും പൊതിച്ചോറ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്തേട്ട് മീനും പൊരിക്കണമായിരുന്നു. പിന്നെ ചമ്മന്തി ഒന്നും അരയ്ക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് അച്ചാറിടാൻ വേണ്ടി കുറച്ച് മാങ്ങ ഉമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഉണ്ടാക്കി അങ്ങനെ പെട്ടെന്ന് അതും കൊടുത്തു വിട്ടു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരടുപ്പ് നമുക്ക് ഗ്യാപ്പ് കിടക്കണ കണ്ടതുകൊണ്ട് അതിനകത്തോട്ട് വേഗം ചോറ് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുപ്പിലിട്ട് വേഗം മീനും പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. മീനൊന്നും അവൾ അത്ര കഴിക്കുമൊന്നുമില്ല, അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും കൊടുത്തു വിടണ്ടെന്ന് വിചാരിച്ച് കൊടുത്തു വിടും കഴിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ചില ദിവസമൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് കളഞ്ഞു, കുറച്ച് കഴിച്ചു, ചിലപ്പോൾ മൊത്തം കളഞ്ഞു, ചിലപ്പോൾ കഴിച്ചു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു വിടാണ്ടും ഇരിക്കാറില്ല. ഉള്ളത് കൊടുത്തു വിടും, കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ കളയരുത് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ പറഞ്ഞാണ് കൊടുത്തു വിടാറ്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇടയ്ക്ക് നെയ്ച്ചോറോ മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്ത് വിടുമ്പോൾ പിള്ളേർ ചോദിക്കും, കൊടുക്കും. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട്. അതല്ലാതെ നമ്മൾ നോർമൽ നമ്മുടെ വീട്ടിൽ സാധാ ഫുഡൊക്കെ കൊടുത്ത് വിടുന്നത് കൂടുതലും വേസ്റ്റ് ആക്കിയെന്നും പറഞ്ഞുകൊണ്ട് അട്ടോ വരവ്. പിന്നെ പുട്ടിൻ്റെ പൊടി കുറച്ച് തലേന്നത്തെ ബാലൻസ് ഇരിക്കണത് ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഉമ്മാക്ക് കപ്പ ഒലത്തിയതുണ്ടായിരുന്നു, അത് മതിയെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എനിക്കും പിള്ളേർക്ക് മാത്രമായിട്ട് ഇനി വേറെ പൊടിയൊന്നും വാട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉള്ള പുട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കടലക്കറി തലേന്നത്തെ ആയിരുന്നു. അപ്പോൾ മമ്മൂന് വയറുവേദന ഉള്ളതുകൊണ്ട് അവന് തലേന്നത്തെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനക്ക് പുട്ടും പഴവും മതിയെന്ന് പറഞ്ഞുകൊണ്ട് പോയി പഴവും വാങ്ങിക്കൊണ്ടുവന്നു. സുഖമില്ല, പിന്നെ തലേന്നത്തെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് നിർബന്ധിക്കാതെ പിന്നെ പഴം കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ ചോറും പാക്ക് ചെയ്ത് ഇന്നത്തെ ലഞ്ച്